Meet the editors. ഇനി വേട്ടയാണോ ദില്ലി പോലീസിന്റെ വക എന്നതാണ് ചോദ്യം. പിയാസുനിൽ കോടതി ഒരു സ്വതന്ത്രമായ അന്വേഷണത്തിന് ഉത്തരവിടുന്നു. ഒരു സ്വതന്ത്രമായ അന്വേഷണം ഉണ്ടാകുമെന്ന് CJP പ്രൊട്ടസ്റ്റേഴ്സിന് ഉറപ്പ് നൽകുന്നു. മിക്ക സംസ്ഥാനങ്ങളും ഇപ്പോൾ CJP പ്രവർത്തകർക്കെതിരായിട്ടുള്ള കേസുകൾ പിൻവലിക്കാമെന്ന് ഉറപ്പ് നൽകുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അസാം പിൻവലിക്കുന്നു, ബീഹാർ പിൻവലിക്കുന്നു, വെസ്റ്റ് ബംഗാൾ പിൻവലിക്കാൻ പോകുന്നുവെന്നറിയിക്കുന്നു, മഹാരാഷ്ട്ര പിൻവലിക്കുന്നു. ഇതില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും വരും ജന്തർ മന്ദറിലേക്ക് എന്നുള്ളതാണ് CJPയുടെ പ്രതിഷേധം. സർക്കാർ കൊടുത്ത വാക്ക് ഈ വിഷയത്തിൻ്റെ പുറത്ത് FIR ഇടില്ല എന്ന് മാത്രമല്ല, തുടർന്ന് പ്രതികാര നടപടികൾ ഈ വിദ്യാർത്ഥികൾക്കെതിരെ ഉണ്ടാവില്ല എന്നാണ്. 5 വർഷം പഴക്കമുള്ള ഒരു വാറണ്ടുമായിട്ട് ഐഷി ഘോഷ് എന്ന SFIയുടെ നേതാവിനെ തേടി AKG ഭവനിലേക്ക് എത്തിയിരിക്കുകയാണ് ദില്ലി പോലീസ്. ഇതെന്ത് തോന്നിവാസമാണെന്നാണ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ചോദിച്ചത്. അവിടെ അപ്പോൾ ജോൺ ബ്രിട്ടാസ് ഇല്ലായിരുന്നെങ്കിൽ ബലപ്രയോഗത്തിലൂടെ ഐഷി ഘോഷിനെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുമായിരുന്നു ദില്ലി പോലീസ്. അതുണ്ടാക്കുന്ന ചലനം ചെറുതാണോ? ഒരു ഭാഗത്ത് CJPക്ക് ഉറപ്പ് നൽകുക, മറുഭാഗത്ത് വേട്ട തുടരുക. ഇതാണോ ദില്ലി പോലീസിൻ്റെ തന്ത്രം? ഇത് ആദ്യമായി നമ്മൾ കാണുന്നതല്ല. ഇതിനു മുൻപും ഈ രീതിയിലുള്ള ഒരുപാട് നീക്കങ്ങൾ ഡൽഹി പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഈ CJPയുടെ സമരം, അതിൽ 20-ാം തീയതി നടന്നിട്ടുള്ള പാർലമെൻറ്റ് മാർച്ച്, ഇത് കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചും ഡൽഹി പോലീസിനെ സംബന്ധിച്ചും വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. അത് ഒരുപക്ഷെ സമാനതകളില്ലാത്ത തിരിച്ചടി എന്നൊക്കെ പറയാം. കാരണം അത്രയും ദൃശ്യങ്ങൾ ലോകം കണ്ടു, രാജ്യം കണ്ടു, എല്ലാ മനുഷ്യരും, ചെറിയ കുട്ടി മുതൽ എല്ലാ മനുഷ്യന്മാരും ഇങ്ങനെ കാണുകയാണ് ഡൽഹി പോലീസ് എത്രത്തോളം ക്രൂരമായിട്ടാണ് ഒരു സമരത്തെ, അതും 10, 15, 20 വയസ്സുള്ള, 25 വയസ്സുള്ള കോളേജിൽ പഠിക്കുന്ന, സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേരെയാണ് ഈ ഒരു അതിക്രമം ഡൽഹി പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ അതെല്ലാവരും കണ്ടു കഴിഞ്ഞു. അപ്പോൾ വലിയ തിരിച്ചടി ഉണ്ടായെങ്കിൽ പോലും ആ തിരിച്ചടിയിൽ നിന്ന് ഇന്ന് ഡൽഹി പോലീസും കേന്ദ്ര സർക്കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സമരം ഒരു ക്രിമിനലുകൾ നടത്തിയ ഒരു സമരമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള വലിയൊരു അജണ്ട ഇതിന് പിന്നിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഡൽഹി പോലീസ് പറയുകയാണ്, ഏതാണ്ട് 2800-ലധികം ക്രിമിനലുകൾ ഈ സമരത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു. അവർ വലിയ ക്രിമിനൽ കേസുകളിൽ പ്രതികളാണ്. അപ്പോൾ അവരാണ് ഡൽഹിയിൽ ആക്രമണം നടത്തിയത്. അപ്പോൾ അവരാണ് ഈ സമരത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നത്. അപ്പോൾ നോക്കൂ, ഒരു നെറേറ്റീവ് ഉണ്ടാക്കുകയാണ്. അതായത് ഈ സമരം എന്തിനു വേണ്ടിയായിരുന്നു? സമരം തീർത്തും ജനാധിപത്യപരമായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം ജനാധിപത്യമാണ് അവിടെ സംസാരിച്ചത്. ജനാധിപത്യപരമായി കാര്യങ്ങൾ തീരുമാനിക്കണം എന്നതായിരുന്നു ആ സമരത്തിൻ്റെ മുൻനിരയിൽ നിന്നിട്ടുള്ള എല്ലാവരും ആവശ്യപ്പെട്ടത്. പുതിയ തലമുറ അത്രത്തോളം വളർന്നിരിക്കുന്നു, അത്രത്തോളം പുരോഗമനപരമായി ചിന്തിക്കുന്നു എന്നുള്ളതാണ്. ഈ സർക്കാരിൻ്റെ ഏകാധിപത്യ സമീപനത്തോട് ഒട്ടും യോജിപ്പില്ലാത്ത ഒരു സമീപനമാണ് അവിടെ തടിച്ചുകൂടി എല്ലാ വിദ്യാർത്ഥികളും പ്രകടിപ്പിച്ചത്. അപ്പോൾ ആ സമരത്തെ കൃത്യമായി ഒരു ആൻറ്റി നാഷണൽ സമരമാണ് എന്നൊരു ക്യാൻവാസിലേക്ക് പതുക്കെ വലിച്ചു കൊണ്ടുവരാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഇത് മാത്രമാണ്. ജൂലൈ 9-ാം തീയതി ഡൽഹിയിലെ ചൈനീസ് എംബസിയിൽ അവിടുത്തെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 103-ാം വാർഷികാഘോഷം നടന്നിരുന്നു. 103-ാം വാർഷികാഘോഷം. അപ്പോൾ ഓർഗനൈസറിൽ വന്ന ലേഖനമാണ്. RSSൻ്റെ മുഖപത്രമായ ഓർഗനൈസർ പറയുകയാണ്, ആ 103-ാം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വാർഷികാഘോഷത്തിൽ ഐഷി ഘോഷ് പങ്കെടുത്തിരുന്നു. അതായത് ഇപ്പോൾ ഡൽഹി പോലീസ് തേടി AKG ഭവനിലേക്ക് പോയ ഐഷി ഘോഷ് പങ്കെടുത്തിരുന്നു. അപ്പോൾ ഇവർ ചൈനീസ് ചാരന്മാരാണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഇവർ സംഭാവനകൾ കൈപ്പറ്റിയിട്ടുണ്ട്, പണം കൈപ്പറ്റിയിട്ടുണ്ട്, സമ്മാനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇവർ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗൂഢാലോചന പ്രകാരം ഇവിടെ ഇന്ത്യയിൽ വലിയ അക്രമങ്ങൾ രാജ്യത്തിനെതിരെ നടത്താൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പുതിയ ഒരു ക്രിയേറ്റീവ് ഒരു സ്റ്റോറി ഇപ്പോൾ RSSൻ്റെ മുഖപത്രമായ ഓർഗനൈസർ നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഈ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ 103-ാം വാർഷികാഘോഷം ചൈനീസ് എംബസിയിൽ ഡൽഹിയിൽ പരസ്യമായിട്ടാണ് നടന്നത്. വളരെ രഹസ്യമായി അടച്ചിട്ട മുറിയിലല്ല ആ ഒരു ആഘോഷം നടന്നത്. അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുണ്ടായിരുന്നു, എല്ലാ ഡിപ്ലോമാറ്റിക് പ്രതിനിധികളുണ്ടായിരുന്നു, കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികളെ പ്രതിനിധീകരിച്ച് വിദ്യാർത്ഥി നേതാവ് എന്നുള്ള നിലയിൽ ഐഷി ഘോഷ് പങ്കെടുത്തിരുന്നു. അപ്പം ഈ നിലയിലാണ് ആളുകളെ ടാർഗറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഐഷി ഘോഷിനെ അന്വേഷിച്ച് വന്നിരിക്കുന്നത് 2021-ൽ ഡൽഹിയിലെ ബംഗ്ലാ ഭവന് മുന്നിൽ പശ്ചിമ ബംഗാളിൻ്റെ ഡൽഹിയിലുള്ള ഒരു ബംഗ്ലാ ഭവന് മുന്നിൽ ഒരു സമരം നടത്തിയതിനാണ് ഇപ്പോൾ ഈ ഒരു കേസുമായി ഡൽഹി പോലീസ് എത്തിയിരിക്കുന്നത്. സിവിൽ വേഷത്തിൽ ഐഷി ഘോഷിനെ പിന്തുടർന്ന് AKG ഭവനിനുള്ളിലേക്ക് കയറി എന്നുള്ളതാണ്. ഒരു നാഷണൽ പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. ആ നാഷണൽ പാർട്ടിയുടെ ഓഫീസിലേക്ക് പോലീസ് കയറുകയാണ്. അത്രത്തോളം ധൈര്യം ഡൽഹി പോലീസിന് നൽകുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ്. അപ്പോൾ ഡൽഹി പോലീസിനോട് ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ മുന്നോട്ട് പോകാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുന്നുവെന്ന് ആർക്ക് മനസ്സിലാവും? ഇന്നിപ്പോൾ പാർലമെൻറ്റിൽ ചർച്ച ആരംഭിച്ചിരിക്കുകയാണ്. അതായത്
പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനുള്ള നിയമ ഭേദഗതി ബില്ല്. അപ്പോൾ ഇന്ന് ആ ബില്ല് ചർച്ചയ്ക്ക് വരുമ്പോൾ പോലും അവിടെ പ്രധാനമന്ത്രിയില്ല, ആഭ്യന്തരമന്ത്രിയില്ല. നോക്കി, ഈ പാർലമെൻറ്റ് സമ്മേളനം തുടങ്ങിയത് 20-ാം തീയതിയാണ്, ജൂലൈ 20-ാം തീയതി. അന്ന് ഈ പാർലമെൻറ്റ് സമ്മേളനം അതിൻ്റെ ആ തുടക്കത്തിൽ മാത്രമാണ് പ്രധാനമന്ത്രി അവിടെ ഉണ്ടായിരുന്നത്, ആഭ്യന്തരമന്ത്രി ഉണ്ടായിരുന്നത്. അതിനുശേഷം പ്രധാനമന്ത്രി ഒരു ദിവസം പോലും പാർലമെൻറ്റിൽ വന്നിട്ടില്ല. ആഭ്യന്തരമന്ത്രി ആ സംഭവത്തിന് ശേഷം ഇതുവരെ പാർലമെൻറ്റിലേ വന്നിട്ടില്ല. ആഭ്യന്തരമന്ത്രിയുടെ മറുപടി ആവശ്യപ്പെട്ടാണ് ഇന്ന് പാർലമെൻറ്റിൽ സംസാരിച്ച എല്ലാ പ്രതിപക്ഷ നേതാക്കളും അവിടെ പെല്ലറ്റ് ഗൺ എന്തിനുപയോഗിച്ചു, അവിടെ ഇലക്ട്രിക് ലാത്തി എന്തിനുപയോഗിച്ചു, ആരാണ് ഇതിന് അനുമതി നൽകിയത്, ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയോ, പ്രധാനമന്ത്രിയാണോ അനുമതി നൽകിയത്, മറുപടി തരൂ. പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്നുണ്ട്. ഭരണപക്ഷത്ത് നിന്ന് ഇന്ന് യുവ നേതാക്കളൊക്കെയാണ് സംസാരിച്ചത്. ഇപ്പോൾ ബാസുരി സ്വരാജ്, അനുരാഗ് താക്കൂർ, അതുപോലെ തേജസ്വി സൂര്യയൊക്കെയാണ് സംസാരിച്ചത്. ഒരു വരി പോലും ഡൽഹിയിൽ ഈ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് നടത്തിയ അതിക്രമവുമായി ബന്ധപ്പെട്ട് ഒരു വരി പോലും ഇവരാരും പറഞ്ഞില്ല. ഇനി പോലീസിനെ തള്ളിപ്പറയണ്ട. ഈ ഗുരുതരമായി പരിക്കേറ്റ വിദ്യാർത്ഥികൾക്ക് ഒരു സഹായം നൽകണമെന്നോ ആ വിദ്യാർത്ഥികളെ സഹായിക്കണമെന്നോ എന്നുപോലും പറയാതെയാണ് ഇവരെല്ലാവരും പറഞ്ഞത്. കോൺഗ്രസ് കാലത്ത് പരീക്ഷാ പേപ്പർ ചോർന്നു, കോൺഗ്രസ് കാലത്ത് ചോദ്യപേപ്പർ ചോർന്നു. അതല്ലല്ലോ ഇവിടെ പ്രശ്നം. ഇവിടെ ഇപ്പോൾ നടക്കുന്ന ചോർച്ച തടയാൻ നിങ്ങൾ എന്ത് ചെയ്തില്ല എന്നുള്ളതാണല്ലോ പ്രശ്നം. അപ്പോൾ അത് മാത്രം പറയുന്നില്ല. അപ്പോൾ നോക്കി, ഇവിടെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കിയാൽ അതായത് ഏകപക്ഷീയമായ തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകും. ഒരു മന്ത്രി രാജിവെക്കേണ്ടി വന്നുവെങ്കിൽ പോലും ഇപ്പോഴും സർക്കാരിൻ്റെ പഴയ നിലപാടുകളിൽ നിന്ന് ഒരു ഇഞ്ച് പുറകോട്ട് പോയിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. നേരത്തെ കർഷക സമരം അവസാനിപ്പിച്ചത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ആ കർഷക സമരത്തിനിടയിൽ ഈ വലിയ മാർച്ച്, അന്ന് ചെങ്കോട്ടയിലേക്ക് വലിയ മാർച്ച് നടത്തിയപ്പോൾ അന്നൊരു ടൂൾ കിറ്റ് ഉയർത്തിക്കൊണ്ടുവന്നു. എന്താണെന്നറിയോ ടൂൾ കിറ്റ് വിവാദം? ഗ്രെറ്റ തൻബർഗിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതായത് അന്താരാഷ്ട്ര പരിസ്ഥിതി പ്രവർത്തകയായ, ലോകത്ത് പരിസ്ഥിതിക്ക് വേണ്ടി പോരാടുന്ന ഗ്രെറ്റ തൻബർഗ് എന്ന് പറയുന്ന ഒരാളുടെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതാണ് ടൂൾ കിറ്റ്. അതിൻ്റെ പേരിൽ 2-3 പേരെ അറസ്റ്റ് ചെയ്തു. ഇതിൻ്റെ പേരിൽ സോഷ്യൽ മീഡിയ സപ്പോർട്ട് കൊടുത്തിട്ടുള്ള എല്ലാവരും പിടിച്ച് ജയിലിലിട്ടു. അങ്ങനെയാണ് ആ സമരം തകർക്കാനുള്ള നീക്കം അന്ന് കേന്ദ്ര സർക്കാർ നടത്തിയത്. അപ്പോൾ ഇത്തവണയും തൻബർഗ് ഈ വിദ്യാർത്ഥികളുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. അവർ ലണ്ടനിൽ നടന്നിട്ടുള്ള സമരത്തിൽ അവർ നേരിട്ട് പങ്കെടുക്കുകയും ചെയ്തു. അപ്പം ഈ രീതിയിലാണ് ഓരോ സമരത്തെയും ഡൽഹി പോലീസ് ഇതിനു മുൻപ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഡൽഹി പോലീസിനെ കയറൂരി വിട്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നടത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതുകൊണ്ടൊന്നും യുവാക്കളുടെ ഈ ഒരു പ്രതിഷേധമോ യുവാക്കളുടെ ഈ നിലപാടോ മാറാൻ പോകുന്നില്ല. ഇവിടെ സർക്കാർ വലിയ പ്രതിരോധത്തിലാണ്. ആ നിലപാടിൽ നിന്ന് മാറ്റം വരുത്തി മുന്നോട്ട് പോയില്ല എങ്കിൽ വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ് ഈ സർക്കാരിനെ കാത്തിരിക്കുന്നത്. ഇപ്പോൾ തന്നെ വലിയ തിരിച്ചടിയുടെ മൂലമാണ് ഈ സർക്കാർ നിൽക്കുന്നത്. ഇനിയും ഇതേ നിലപാട് ആവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ സർക്കാരിൻ്റെ മുന്നോട്ട് പോക്ക് അത്ര എളുപ്പമാകില്ല എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഏതായാലും ഡൽഹി പോലീസിൻ്റെ ഈ വേട്ട തുടരും. ഈ ഡൽഹി പോലീസിൻ്റെ ഈ വേട്ട തുടരുമ്പോൾ അതിനോട് പേടിച്ച് പിന്മാറുന്ന രീതി ഈ കുട്ടികളിൽ ആരിലും കാണുന്നില്ല. ഐഷി ഘോഷ് തയ്യാറാണ്, അറസ്റ്റ് വരിക്കാൻ തയ്യാറാണെന്നുള്ള നിലപാട് സ്വീകരിച്ച് ഇപ്പോഴും AKG സെൻറ്ററിൽ തന്നെ തുടരുകയാണ്. ഏതായാലും ഞാനിത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഗ്രെറ്റ തൻബർഗ് UN നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൻ്റെ 4 വരി പറയാം. ഞങ്ങളെ വഞ്ചിക്കാനാണ് ഭാവമെങ്കിൽ ഞങ്ങൾ ഒരിക്കലും നിങ്ങളോട് ക്ഷമിക്കില്ല. ഇവിടെ ഈ നിമിഷം മുതൽ നമ്മൾ ഒരു അതിർവരമ്പ് വരയ്ക്കുകയാണ്. ലോകം ഉണർന്നു കഴിഞ്ഞു. നിങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും മാറ്റം വരിക തന്നെ ചെയ്യും എന്നാണ് ഐക്യരാഷ്ട്രസഭയിൽ ഗ്രെറ്റ തൻബർഗ് നടത്തിയിട്ടുള്ള ഹൗ ഡെയർ യു എന്ന് പറയുന്ന, നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു എന്ന് പറയുന്ന ഏറ്റവും പ്രസിദ്ധമായ ഒരു പ്രസംഗം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ വിദ്യാർത്ഥികളുടെ ഈ പ്രതിഷേധം രാജ്യത്ത് വലിയ മാറ്റത്തിനുള്ള തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഇനി എന്തൊക്കെ ചെയ്താലും, അതുകൊണ്ട് എത്ര വേട്ട തുടർന്നാലും എനിക്ക് തോന്നുന്നില്ല ഈ വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ച കാല് ഒരു ഇഞ്ച് പുറകോട്ട് വയ്ക്കുമെന്ന്. CJP പ്രതിഷേധത്തിനു ശേഷം CJPയും സർക്കാരും വെച്ച കരാറായിരുന്നു ഇനി ഈ വിഷയത്തിൽ CJPയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ പോലീസ് വേട്ടയാടില്ല എന്നുള്ളത്. അതാണോ ലംഘിക്കപ്പെട്ടത് എന്നുള്ളതാണ് ചോദ്യം. ദില്ലി പോലീസ് ഇറങ്ങുന്നത് വേട്ടയ്ക്കായാണോ? അവരിറങ്ങിയത് വേട്ടയ്ക്ക് തന്നെയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ 20-ാം തീയതി മുതൽ ഇങ്ങോട്ട് കണ്ടത് മുഴുവനും വേട്ട തന്നെയായിരുന്നു. പല്ലും നഖവും ഉണ്ടായിരുന്നല്ലോ, ലാത്തിക്ക് നഖമുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർ ആ ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് വിദ്യാർത്ഥികളെ തെരുവിൽ വേട്ടയാടുക തന്നെയായിരുന്നു. ഇപ്പോൾ ആ വേട്ടയുടെ സ്വഭാവം മാറിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഒരു ഗറില്ല യുദ്ധമുറ
സ്വീകരിക്കുന്നു എന്നതാണ്. ഇനി ഒളിപ്പോര് നടത്തുന്നു, വെട്ടം നടത്തുന്നു എന്നതാണ്. നേരിട്ട് കാണാൻ കഴിയുന്നവരിൽ നിന്ന് മനുഷ്യർക്ക് പ്രതിഷേധിക്കാൻ കഴിയും, അവരിൽ നിന്ന് ഓടി ഒളിക്കാൻ കഴിയും, മറ്റു പലതും കഴിയും. പക്ഷേ ഇത് സാധ്യമല്ലാത്ത തരത്തിൽ കുറച്ചുകൂടി അധമമായ ഒരു വഴി സ്വീകരിച്ചിരിക്കുന്നു എന്നതാണ് ഞാനതിൽ കാണുന്നത്. ഇന്നിപ്പോൾ നോക്കൂ, AKG ഭവനിലേക്ക് പോലീസ് എത്തുകയാണ്. പോലീസാണോ എന്ന് ചോദിച്ചാൽ പോലീസാണ്. ഔദ്യോഗിക വാഹനമില്ല, യൂണിഫോം ഇല്ല, നെയിം പ്ലേറ്റ് ഇല്ല. പോരുന്ന വഴിയിലൊന്ന് അറസ്റ്റ് ചെയ്ത് കളയാം എന്ന് വിചാരിച്ചു ഐഷി ഘോഷിനെ. ഏതാണ് കേസ്? 2021 ബംഗ്ലാ ഭവന് മുന്നിൽ നടത്തിയ ഒരു പ്രതിഷേധം. ആ പ്രതിഷേധത്തിന്റെ കേസ് കോടതിയിലേക്ക് എത്താനിരിക്കുകയാണ്. കോടതിയിലേക്ക് ആ കേസ് എത്താനിരിക്കണമെങ്കിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടാകണമല്ലോ. അവിടെ ഹാജരാകാതിരുന്നിട്ടില്ല. വാറന്റ് ഉണ്ടാകാനുള്ള ഒരു സാഹചര്യവും നിലവിലില്ല. എന്തെങ്കിലും അവിടെ ഹാജരാകാതിരുന്നതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് ഉണ്ടോ എന്ന് ജോൺ ബ്രിട്ടാസ് അടക്കം ചോദിക്കുമ്പോൾ ഒന്നുമില്ല. ID കാർഡ് പോലും പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയാത്തതിന്റെ പശ്ചാത്തലത്തിലാണ് അവർക്ക് അവിടുന്ന് തിരികെ പോകേണ്ടി വന്നത്. ആര് പിടിച്ചു കൊണ്ടുപോയി എന്ന് ചോദിച്ചാൽ എന്തു മറുപടി പറയും? നമ്മൾ കണ്ടല്ലോ ഈ അവിടെ സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയ രീതി തട്ടിക്കൊണ്ടുപോകുന്നതിന് തുല്യമായിരുന്നില്ലേ? അതുകൊണ്ടാണ് ഇന്ന് CPM പറയുന്നത് സോനം വാങ്ചുക്കിനെ തട്ടിക്കൊണ്ടുപോയ രീതിയിൽ തന്നെ തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടന്നത് എന്നത്. അപ്പോൾ ഇപ്പം നോക്കൂ, AKG ഭവനിൽ ഐഷി ഘോഷിന് ഒരു പ്രതിരോധം കിട്ടുന്നുണ്ട്. അവിടെ ഇറങ്ങി നിൽക്കാൻ ജോൺ ബ്രിട്ടാസിനെ പോലെയുള്ളവരുണ്ട്. AKG ഭവനിൽ തുടരാൻ കഴിയുമോ ആളുകൾക്ക്? ഒരു ഐഷി ഘോഷ് മാത്രമാണോ ഈ സമരത്തെ മുഖമായിരുന്നത്? AKG ഭവനിൽ നിന്ന് പുറത്തു പോയാൽ ഐഷി ഘോഷിനെ പോലെ ഒരു വിദ്യാർത്ഥി നേതാവിന് ദില്ലിയിൽ പുറത്തിറങ്ങി നടക്കേണ്ടേ? ആ സമയത്ത് പിടിച്ചുകൊണ്ടുപോയാൽ, ഇതുപോലെ യൂണിഫോം ഇല്ലാത്ത, ഔദ്യോഗിക വാഹനമില്ലാത്ത, വാറന്റ് ഇല്ലാത്ത പിടിച്ചുകൊണ്ടുപോയാൽ ആരാണ് മറുപടി പറയുക? അവർക്ക് ആ സമയത്ത് പോലീസിന്റെ ഭാഗത്തു നിന്ന് അതിക്രമം ഉണ്ടായാൽ ആരാണത് ചോദിക്കുക? തുറന്നു വെച്ച ക്യാമറകൾക്കും മാധ്യമങ്ങളുടേത് മാത്രമല്ല, അവിടെ ജൻസി പ്രക്ഷോഭത്തിന്റെ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഓരോരുത്തരും ഓരോ മീഡിയ ആയിരുന്നു അല്ലേ? ആ പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് അവരുടെയൊക്കെ തുറന്നു വെച്ച ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ ഈ തരത്തിലുള്ള നരവേട്ട നടത്തി ദില്ലി പോലീസ് ആരുടെയും ശ്രദ്ധയില്ലാതെ ഈ ആളുകളെ പിടിച്ചുകൊണ്ടുപോയാൽ എന്താണ് ചെയ്യുക? തലോടി വിടുമോ? ഇല്ല, അപ്പോൾ ക്രൂരമായ മറ്റൊരു നരവേട്ടയ്ക്ക് ദില്ലി പോലീസ് കളമൊരുക്കുന്നു എന്നാണ് എനിക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഇപ്പം ഈ ഐഷി ഘോഷ് നേരത്തെ നോക്കൂ, ഡോക്ടർ PR സുനിൽ പറഞ്ഞതുപോലെ ഐഷി ഘോഷിനെ അങ്ങനെ ദില്ലി പോലീസിനെ ലാത്തി കാണിച്ച് പേടിപ്പിക്കാനൊന്നും കഴിയില്ല. 2020 നമുക്ക് ഓർമ്മയുണ്ട്, JNUവിലേക്ക് അതിക്രമിച്ചു കയറിയ അക്രമികൾ അവർ ഇരുമ്പ് ഉലക്ക വെച്ചാണ്, ഇരുമ്പ് ദണ്ട് വെച്ചാണ് ഐഷി ഘോഷിനെ തലയടിച്ച് പൊട്ടിച്ചത്. അന്ന് അവർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായിരുന്നു. ആ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കിടന്നതിന് ശേഷം വരെ വളഞ്ഞിട്ട് തല്ലുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ്? ഐഷി ഘോഷ് ആയതുകൊണ്ടാണ്. 13 വർഷക്കാലത്തിന് ശേഷം ഇടതിന്റെ മുഖമായ പെൺകുട്ടിയാണ് JNUവിൽ. അപ്പോൾ അങ്ങനെ വളഞ്ഞിട്ട് തല്ലിയ ഐഷി ഘോഷ് ആ പരിക്ക് പൂർണ്ണമായി മാറുന്നതിന് മുമ്പ് ആ സമരമുഖത്തേക്ക് വരാനുള്ള ആർജവമുള്ള, ഇച്ഛാശക്തിയുള്ള, രാഷ്ട്രീയ ബോധ്യമുള്ള പെൺകുട്ടിയാണ്. അവിടെ ഐഷി ഘോഷിനെ കാണാൻ ഐഷി ഘോഷിന്റെ അമ്മ ആശുപത്രിയിലേക്ക് വരുന്നുണ്ട്. അമ്മ എന്താണ് പറഞ്ഞതെന്ന് അറിയാമോ? അന്ന് ഒരു മാധ്യമപ്രവർത്തകൻ പോയി ഐഷി ഘോഷിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ വീട്ടുകാർക്ക് പേടിയില്ലേ? നിങ്ങൾ ഇങ്ങനെ ഈ പരിക്കേറ്റ് കിടക്കുന്നത് കാണുമ്പോൾ വീട്ടുകാർ പറയില്ലേ ഇനി സമരത്തേക്ക് പോകണ്ട എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത്, എന്നെ ആളുമാറിയാണു തല്ലിയതെങ്കിൽ അവർക്ക് സങ്കടമുണ്ടാകുമായിരുന്നു എന്നാണ്. പക്ഷെ അവർ നിന്നെ ഭയക്കുന്നത് കൊണ്ടാണ്, നിന്റെ മുഖം തിരിച്ചറിയുന്നത് കൊണ്ടാണ് അവർ നിന്നെ തല്ലിയത്. എനിക്കതിൽ നീ മകളായി ജനിച്ചതിൽ അഭിമാനമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആ അഭിമാനബോധം പിന്നീട് 5 വർഷക്കാലം കഴിയുമ്പോൾ തരിമ്പും ആ പെൺകുട്ടിക്ക് കുറവുണ്ടാകില്ല. അതുകൊണ്ട് ദില്ലി പോലീസ് ലാത്തി കാണിച്ച് പേടിപ്പിക്കാം എന്ന് വിചാരിക്കേണ്ടതുമില്ല എന്ന് തോന്നുന്നു. സുപ്രീം കോടതിയിൽ നിന്ന് നിശ്ചിതമായ വിമർശനമാണ് ദില്ലി പോലീസിനെതിരെയും ഒപ്പം ഈ പോലീസ് അതിക്രമങ്ങൾ, വിവിധ സംസ്ഥാനങ്ങളിലുണ്ടായ പോലീസ് അതിക്രമത്തിനെതിരെ നടത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് അമിതാധികാര പ്രയോഗം ഉണ്ടാകുന്നത് എന്ന് സുപ്രീം കോടതി ചോദിക്കുന്നു. സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ സ്വതന്ത്ര അന്വേഷണത്തിന് കളമൊരുങ്ങുന്ന സാഹചര്യം എല്ലാ സംസ്ഥാനങ്ങൾക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട്. 18 വയസ്സിനു താഴെയുള്ള കുട്ടികൾ അറസ്റ്റിലായിട്ടുണ്ടെങ്കിൽ അവരെ നിന്ന നിൽപ്പിൽ വിട്ടയക്കണമെന്ന് സുപ്രീം കോടതി പറയുന്നു. മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണം നടത്താൻ ഉത്തരവിട്ടിരിക്കുന്നു. കേസെടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. അന്വേഷണ റിപ്പോർട്ട് ചോദിച്ചിരിക്കുന്നു. ഇങ്ങനെ ഈ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ദൃശ്യങ്ങൾ കാണേണ്ടതില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതിക്ക് ആ ദൃശ്യങ്ങൾ കാണുന്ന മൊമെന്റിൽ, അത് കാണുന്ന മിനിമം നീതിബോധമുള്ള ഏതൊരു മനുഷ്യനെയും പോലെ, ഏതൊരു സംവിധാനത്തെയും പോലെ ഇതിൽ ഇടപെടേണ്ടതുണ്ട് എന്ന തോന്നലുണ്ടാവുകയാണ്. മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടലും അവിടെ തന്നെയാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ CJP ഐഷി ഘോഷിനെതിരായ അറസ്റ്റിൽ CPMനെ പിന്തുണ അറിയിച്ചിട്ടുണ്ട്, SFIയെ പിന്തുണ അറിയിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 17 മിനിറ്റുകൾക്ക് മുമ്പ് മാത്രം അഭിജിത് ദീപ്കെ ഒരു ഇൻസ്റ്റഗ്രാമിൽ വീണ്ടും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, വിഷ്കണ്ട് ചെയ്യാനുള്ള തീരുമാനമാണ് ഉണ്ടാകുന്നതെങ്കിൽ ഞങ്ങൾ വീണ്ടും സമാധാനപരമായ പ്രൊട്ടസ്റ്റിലേക്ക് പോകേണ്ടി വരും എന്നുള്ളത്. ഒരു സമരത്തെ ഇന്നലെ പറഞ്ഞതുപോലെ അതിൻ്റെ ഏറ്റവും ശക്തമായ നിലയിൽ നിന്ന്
കള്ളം പറഞ്ഞ് വഞ്ചിച്ചുകൊണ്ട് അതില്ലാതാക്കി ആ സമരക്കാരെ സമാധാനപൂർവ്വം സമരം ചെയ്ത മനുഷ്യരെ സമാധാനപൂർവ്വം പിരിഞ്ഞു പോകാനുള്ള അവസരമുണ്ടാക്കി കൊടുത്തിട്ട് അവരെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. ജനാധിപത്യത്തിൽ സർക്കാരുകൾക്കെതിരായ വിശ്വാസം ഇല്ലാതാക്കുക എന്ന് പറയുന്നത് വലിയ തെറ്റാണ്, വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. ഒരു ജനറേഷനെയാണ് നിങ്ങളോട് നിങ്ങളോട് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ സർക്കാരിനോട് വിശ്വസ്തത ഇല്ലാതാക്കി മാറ്റുന്നത്. നിങ്ങൾ അതിന് കാലത്തോട് മറുപടി പറയേണ്ടി വരും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിപ്പോൾ നോക്കൂ, ഈ ഒരു ചോദ്യം ഇന്ന് ശ്രീ ശിവദാസൻ എം പി ഡോക്ടർ ശിവദാസൻ നമ്മളോട് ചർച്ചയിലിരുന്നപ്പോൾ പറഞ്ഞു. അദ്ദേഹം ഒരു ചോദ്യം പാർലമെന്റിൽ ചോദിച്ചു. NTA അല്ലെങ്കിൽ എത്ര തവണ റീടെസ്റ്റ് നടത്തിയിട്ടുണ്ട്, നിങ്ങൾ നടത്തിയ പരീക്ഷകൾ എത്ര തവണ ചോർന്നിട്ടുണ്ട് എന്നുള്ളതല്ല, എത്ര തവണ റീടെസ്റ്റ് നടത്തേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത്. മര്യാദ എന്ന് പറയുന്നത് മറുപടി കൊടുക്കുക എന്നതാണെന്ന് അദ്ദേഹം പറയുന്നു. മറുപടി കൊടുത്തിട്ടില്ല, പാർലമെന്റിൽ മറുപടി കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ്? ആ മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടും. കാരണം പല പരീക്ഷകളും റീടെസ്റ്റ് നടത്തേണ്ടി വന്നിട്ടുണ്ട് എന്നതാണ്. ഇന്ന് പാർലമെന്റിൽ വലിയ വിമർശനം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. നോക്കൂ, ഇന്ന് ഈ പരീക്ഷാ പരിഷ്കരണ ബില്ലാണ് ചർച്ച ചെയ്യുന്നത് എങ്കിലും ആകെ കിട്ടിയ വേദി എന്ന നിലയ്ക്ക്, ആകെ കിട്ടിയ അവസരം എന്ന നിലയ്ക്ക് നിശ്ചിതമായ വിമർശനം പ്രതിപക്ഷ നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധി അടക്കം ഉന്നയിക്കുന്നുണ്ട്. ആരാണ് ഈ നരഹത്യ നടത്താൻ ദില്ലി പോലീസിന് അധികാരം കൊടുത്ത് ഉത്തരവിട്ടത് ആരാണ് എന്ന് ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. മിണ്ടുന്നില്ല. ഈ ജിതേന്ദ്ര സിംഗ് മറുപടി പ്രതിരോധിക്കാൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ? 2008, 2011, 2009 പരീക്ഷാ ലീക്കുകൾ നടന്നിട്ടുണ്ട് എന്നതാണ്. ആയിരിക്കാം, പരീക്ഷാ ലീക്കുകൾ നടന്നിട്ടുണ്ടായിരിക്കാം. അതിനൊക്കെ പരിഹാരം 70 വർഷത്തെ തെറ്റ് തിരുത്താൻ വന്നവരാണല്ലോ ഇവർ. എന്നിട്ട് ഇവരെന്താണ് ചെയ്തത്? രാജ്യത്തെ സംസ്ഥാന സർക്കാരുകൾ കുറ്റമറ്റ രീതിയിൽ ഈ പറയുന്ന എല്ലാ വിഭാഗങ്ങളെയും കരുതിക്കൊണ്ട് നടത്തിയ പരീക്ഷാ സംവിധാനം പോരാ എന്ന് പറഞ്ഞിട്ടാണല്ലോ. ഇവർക്ക് എല്ലാത്തിനും ഒന്ന് മതിയല്ലോ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, ഒരു രാജ്യം ഒരു ഭാഷ, ഒരു രാജ്യം ഒരു പരീക്ഷ എന്ന നിലയ്ക്കാണല്ലോ ഇവർ ഈ പരീക്ഷാ സംവിധാനം വീണ്ടും നടത്തിത്താക്കാൻ വെക്കുന്നത്. അമിത്ഷായ്ക്ക് അന്ന് വലിയ അഭിമാനബോധവുമായിരുന്നു ഈ നീറ്റ് വീണ്ടും എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത്. 2014-ലും 2015-ലും നിർത്തിവെച്ചതിന് ശേഷം 2016 ഇത് വീണ്ടും ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് അതിനുശേഷം ഒരു പരീക്ഷാ പ്രശ്നവും ഉണ്ടാകില്ല എന്നുള്ളതായിരുന്നു. 2024 വീണ്ടും ഈ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട നിയമം കൊണ്ടുവരുമ്പോഴും വലിയ ആത്മവിശ്വാസമായിരുന്നു. അതാണ് ഇന്ന് അഭിഷേക് ബാനർജി സഭയിൽ പറയുന്നത്. ഗവൺമെന്റ് ഹാസ് മാസ്റ്റേർഡ് ദ ആർട്ട് ഓഫ് ചേഞ്ചിങ് ലോസ് വെൻ ഗവൺമെന്റ് ഫെയിൽസ് എന്നത്. ഈ ഗവൺമെന്റ് പരാജയപ്പെടുന്ന നിമിഷത്തിൽ നിയമം കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു കലാരൂപമായി മാറ്റിയിരിക്കുകയാണ്, അതിൽ മാസ്റ്റർ ചെയ്തിരിക്കുകയാണ്. പക്ഷെ അതേ സമയത്ത് എക്സാമുകളുടെ പേര് മാറുന്നില്ല, അതിൽ വിക്ടിമാകുന്ന ആളുകൾ ആരാണ്? വിദ്യാർത്ഥികൾ തന്നെയാണ്. തുടർച്ചയായി ഈ ക്രിമിനൽസ് മാറുന്നില്ല, സർക്കാർ മാറുന്നില്ല, കുറ്റകൃത്യം മാറുന്നില്ല. ആകെ മാറുന്നത് എന്താ? നിയമം. ഒന്ന് നിയമം വരുന്നു, ഒന്ന് നിയമ ഭേദഗതി വരുന്നു എന്ന നിലയ്ക്കാണ്. ഇതിലൊരു കോസ്മെറ്റിക് ഫിക്സ് കൊണ്ട് യാതൊരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. നിയമമില്ലാഞ്ഞിട്ടല്ല ഇവിടെ ഈ പ്രശ്നമുണ്ടായത്. ഇപ്പോൾ നമ്മളോട് പറഞ്ഞു NTA-യിലെ 47 പേരെ പിരിച്ചുവിട്ടു. നമുക്ക് വളരെ വ്യക്തമായി പകൽ പോലെ അറിയാം NTA-യിൽ അങ്ങനെ പിരിച്ചുവിടാൻ ഉദ്യോഗസ്ഥരില്ല. ഈ ഔട്ട്സോഴ്സ് ചെയ്ത ആളുകളെ അടക്കമാണ് പിരിച്ചുവിട്ടിരിക്കുന്നത്. ഏജൻസികളാണുള്ളത്. ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുന്നവരൊക്കെ താൽക്കാലിക ജീവനക്കാരാണെന്ന് നമുക്കറിയാം. നമ്മളിത് ആരോട് ചോദിക്കും? നിങ്ങൾ ആരെയാണ് പിരിച്ചുവിട്ടത്? അതുമായി ബന്ധപ്പെട്ട ജിയോ ഉണ്ടോ? നമുക്ക് ചോദിക്കാൻ ഒരു വേദിയില്ല. നമ്മുടെ ജനപ്രതിനിധികൾക്കും ചോദിക്കാൻ വേദിയില്ല. ശരിയാണ്. ഇനി ഇവിടെ 2024 നിയമമുണ്ടല്ലോ. 2024 നിയമപ്രകാരം കേസെടുത്തിട്ടുള്ള ആർക്കെതിരെയാണ്? 13 പേരെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നും പ്രധാനമന്ത്രി പറയുന്നു. ഇവർക്കെതിരെ ഏത് വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് എന്നത് വ്യക്തമാക്കുന്നുണ്ടോ? 2024 നിയമം അനുസരിച്ചാണ് കേസെടുത്തിരിക്കുന്നതെങ്കിൽ ഇവർക്ക് ഗുരുതരമായ പിഴശിക്ഷയും ഗുരുതരമായ ജയിൽവാസവും അടക്കം അനുഭവിക്കേണ്ടി വരും. ഇതിൽ ഏത് നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്? ഇനി NTA-യുടെ ഈ ഡയറക്ടർ ജനറലിനെ പുറത്താക്കിയിട്ടുണ്ട്. ഈ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് മറ്റൊരാൾക്ക് ചുമതല നൽകി. ഈ പുറത്താക്കിയ ആളെ ഇപ്പോൾ അയാളുടെ ഈ പാരന്റ് ഓർഗനൈസേഷനിൽ നിലനിർത്തുകയാണ്. അയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ? അയാൾക്കെതിരെയും കേസെടുത്തിട്ടില്ല. ഇനി ഈ ജാർഖണ്ഡിലടക്കം പരീക്ഷാ ലീക്ക് ഉണ്ടായി എന്ന് പറയുന്നു. അവിടെയുള്ള ആളുകളെയാണ് കുറച്ചുപേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പേരിന് വേണ്ടി. അവർക്കെതിരെയും കേസെടുത്തിരിക്കുന്നത് ഏത് വകുപ്പുകൾ പ്രകാരമാണ് എന്നതറിയില്ല. ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ TG മോഹൻദാസിനെതിരെ വലിയ പരാതി ഉണ്ടായിട്ടുണ്ട്. SFIയുടെ ഭാഗത്തുനിന്ന് പരാതിയിട്ടുണ്ട്, യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പരാതി ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ കേസെടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, അന്വേഷിക്കാനാണ് ഇപ്പോൾ ഈ ആഭ്യന്തര മന്ത്രാലയം പറയുന്നത്. അന്വേഷണം നടത്തിയാണ് ഇനി കേസെടുക്കേണ്ടത് എന്നതാണ് വ്യക്തമാകുന്നത്. അപ്പോൾ നോക്കൂ, എന്താണ് TG മോഹൻദാസിന്റെ പ്രിവിലേജ്? നമുക്ക് ആകെ കിട്ടുന്ന ഔദ്യോഗിക വിവരം എന്ന് പറയുന്നത് AYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ, SFI തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി MA നന്ദൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽഫിക്കർ എന്നിവർ നൽകിയ പരാതി അന്വേഷിക്കാൻ സൈബർ സെൽ IGP പ്രകാശിനെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു എന്നതാണ്. പക്ഷേ അതേ സമയത്ത് തന്നെ ഇപ്പം ജാൻമണി എന്ന് പറയുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ്, അവർക്കെതിരെ നവ്യ ഹരിദാസ് പരാതി നൽകി. ആ പരാതിയിൽ ഒന്ന് ഉച്ചയ്ക്ക് കേസെടുത്തു. അതിൽ പരാതി പറഞ്ഞിരിക്കുന്നു, ഏത് പരാതിയാണെങ്കിലും അന്വേഷിക്കണം, കേസെടുക്കണം. കൃത്യമാണ്. അവർ നടത്തിയ പരാമർശം കേസെടുക്കാൻ പര്യാപ്തമാണെന്ന് തോന്നുകയാണെങ്കിൽ കേസെടുക്കുകയും വേണം. പക്ഷെ അങ്ങനെയാണെങ്കിൽ TG മോഹൻദാസിനെതിരെ കേസെടുക്കണ്ടേ?
പരാതിയുണ്ടല്ലോ, 3 പരാതിയുണ്ട് നമ്മുടെ അറിവിൽ. ഈ 3 പരാതിയിലും കേസെടുത്തില്ല. എന്താണ് TG മോഹൻദാസിന്റെ പ്രിവിലേജ്? അന്വേഷണം നടത്തി മാത്രം കേസെടുക്കുക എന്ന് പറയുന്നത് എന്ന പ്രിവിലേജ് എന്താണ്? RSS തള്ളി പറഞ്ഞിട്ടുണ്ട്. RSSന്റെ ഒരു ചുമതലയും വഹിക്കുന്നില്ല എന്ന് RSS തള്ളി പറഞ്ഞിട്ടുണ്ട്. ഈ അഭിപ്രായം RSSന്റേതല്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതിനേക്കാൾ വലിയ എന്ത് പ്രശ്നമാണ് TG മോഹൻദാസിനെതിരെ കേസെടുക്കാനുള്ളത് എന്നതറിയില്ല. അവിടെ ഒരു ഇരട്ടത്താപ്പാണ് ഞാൻ പറയുന്നത്. ഒരു പരാതി വരുന്നു, കേസെടുക്കുന്നു. 3 പരാതി വരുന്നു, കേസെടുക്കുന്നില്ല. ഇങ്ങനെയുള്ള സംവിധാനമാണ് ഉണ്ടാകുന്നത്. ഇനി സുപ്രീം കോടതി ഈ കേസെടുത്തിരിക്കുന്ന സംസ്ഥാനങ്ങൾക്കെല്ലാം നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. കേരളത്തിനും നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ കേസുകൾ പിൻവലിക്കാനുള്ള നടപടിക്രമങ്ങളായിട്ടുണ്ട്. ഇവിടെയും നടപടിക്രമങ്ങളായിട്ടുണ്ടോ എന്നത് വിശദീകരിക്കണം. കാരണം നിയമം ലംഘിച്ചാണ് പാർലമെന്റിൽ അതിന് മുന്നിലേക്ക് പ്രതിഷേധം നടന്നത്. നിയമം ലംഘിച്ചാണ്, അവിടേക്ക് പോകാൻ പാടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് രാഹുൽ ഗാന്ധി അടക്കം പോയത്. ഈ രാജ്യം മുഴുവൻ ആ സമരത്തിന് പ്രതിപക്ഷത്തിനൊപ്പം നിന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുത്തതിനെ അപലപിച്ചു. രാഹുൽ ഗാന്ധി നിയമലംഘനമാണ് നടത്തിയത് എന്നുള്ളതാണ് BJP ഭാഷ്യം. ഇവിടെയും നിയമലംഘനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കേസെടുത്തിരിക്കുന്നത് എങ്കിൽ അത് പിൻവലിക്കാൻ സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ടായിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കാനുള്ള ചുമതല ഇവിടുത്തെ സർക്കാരിനുമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഡൽഹി പോലീസ് വീണ്ടും വേട്ടക്കിറങ്ങുകയാണോ എന്നതാണ് ചോദ്യം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, CJPയെ കേന്ദ്ര സർക്കാർ വഞ്ചിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങൾ. ഏതൊക്കെ രീതിയിലെന്ന് ഞാൻ വ്യക്തമാക്കാം. ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സമയത്ത് അഭിജിത് ദീപ്കെ ഒരു മുന്നറിയിപ്പ് കേന്ദ്ര സർക്കാരിന് നൽകുകയാണ്. വാക്കുപാലിച്ചില്ലെങ്കിൽ സമാധാനപരമായി ഒരു വരവ് കൂടി ഞങ്ങൾക്ക് വരേണ്ടി വരും എന്നാണ് അഭിജിത് ദീപ്കെ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്താണ് ഈ മുന്നറിയിപ്പിനുള്ള പ്രധാനപ്പെട്ട കാരണം? 3 കാര്യങ്ങളിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ വാക്ക് നൽകി 48 മണിക്കൂറാകുമ്പോഴേക്കും അത് ലംഘിച്ചിരിക്കുന്നു. 1, നിരുപാധികം ഈ CJPയുടെ പ്രതിഷേധത്തിൽ പങ്കെടുത്ത ആളുകളുടെ എല്ലാ FIRകളും എല്ലാ സംസ്ഥാനങ്ങളിലും നടന്ന പ്രതിഷേധങ്ങളിലടക്കം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകൾ പിൻവലിച്ചുകൊള്ളാം എന്നതായിരുന്നു കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പ്. എന്നാൽ ഇന്ന് സുപ്രീം കോടതിയിൽ ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ അങ്ങനെയല്ല സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവ് എന്താ? 18 വയസ്സിൽ താഴെയുള്ള ക്രിമിനൽ ആൻറ്റിസിഡൻസ് അഥവാ ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത മുഴുവൻ വിദ്യാർത്ഥികളെയും ഇന്നു തന്നെ റിലീസ് ചെയ്യണം. അവർക്കെതിരായിട്ടുള്ള FIR റദ്ദാക്കണം. അതല്ലാതെയുള്ളവരുടെ രജിസ്റ്റർ ചെയ്ത FIRകൾ റദ്ദാക്കണമെന്നില്ല. ക്രിമിനൽ പൂർവ്വ ചരിത്രമുള്ള ആളുകളുടെ FIRകൾ റദ്ദാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്താണ് ക്രിമിനൽ ചരിത്രം? ഈ പറയുന്ന ഘോഷിൻ്റെ പേരിൽ തന്നെയുണ്ട് 3-4 കേസുകൾ. ആ കേസുകൾ എന്തിനാ? പൗരത്വവുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിന് ഇറങ്ങിയതുകൊണ്ടാണ്. ബംഗാളിൽ നടന്ന പ്രതിഷേധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറങ്ങിയതാ. ഇങ്ങനെ വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് സമരവീഥിയിൽ നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കെതിരെ 1, 2, 3 കേസുകൾ ഉണ്ടാവും. അപ്പോൾ അവരുടെ ഭൂതകാലം എന്നുള്ളത് ക്രിമിനൽ ആൻറ്റിസിഡൻസ് ആയിട്ട് രേഖപ്പെടുത്തും. ആ കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങൾക്കറിയുമ്പോൾ നമ്മളിത് സംസാരിക്കുന്ന സമയം ബീഹാറിൽ 694 വിദ്യാർത്ഥികളെയാണ് കസ്റ്റഡിയിലെടുത്തത്. അതിലിപ്പോൾ സുപ്രീം കോടതിയുടെ ഉത്തരവ് പ്രകാരം 339 മൈനറായിട്ടുള്ള വിദ്യാർത്ഥികളെ പുറത്തിറക്കും. 385 പേര് കസ്റ്റഡിയിൽ കഴിയുന്ന അവസ്ഥയുണ്ടാവും. അതല്ല പറഞ്ഞിരുന്നത് CJPയുടെ കേന്ദ്ര സർക്കാർ. അന്ന് ചർച്ചയ്ക്ക് വരുന്ന സമയത്ത് ജിതേന്ദ്ര സിംഗും JP നദ്ദയും സൗരദാസനും അശുതോഷ് റാങ്കിക്കും കൊടുത്ത വാക്ക് എന്ന് പറയുന്നത് നിരുപാധികം ജന്തർ മന്ദറിലോ CJPയുടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് മറ്റ് സംസ്ഥാനങ്ങളിലോ പങ്കെടുത്ത മുഴുവൻ പ്രതിഷേധക്കാർക്കുമെതിരായ FIRകൾ പിൻവലിക്കുമെന്നാണ്. എന്നിട്ടിന്ന് സുപ്രീം കോടതിയിൽ ഇടക്കാല ഉത്തരവ് വരുമ്പോൾ ഈ കേന്ദ്ര സർക്കാർ അവിടെ മൗനം അവലംബിച്ചു. ആ ഇടക്കാല ഉത്തരവിനെതിരെ ഒരു വാക്കുപോലും പറയാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. കേന്ദ്ര സർക്കാർ ആ അർത്ഥത്തിൽ CJPയെ വഞ്ചിച്ചു എന്നതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. അസമിൽ 13 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. വെസ്റ്റ് ബംഗാളിൽ 70 പേരെയാണ് കസ്റ്റഡിയിലെടുത്തത്. മഹാരാഷ്ട്രയിൽ 7 പേരെയാണ്. പക്ഷേ നോക്കൂ, ഇതിനകം കേരളത്തിൽ 500 പേർക്കെതിരെയുള്ള കേസ് രജിസ്റ്റർ ചെയ്തു. അതൊരു പക്ഷേ നാളെ സംസ്ഥാന സർക്കാർ എഴുതി തള്ളിയേക്കാം എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആദ്യമായി പറയുന്നു, CJPക്ക് നൽകിയ ആദ്യത്തെ ഉറപ്പ് തന്നെ ലംഘിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഉറപ്പ് ലംഘിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഭിജിത് ദീപ്കെ പറയുന്നത് വീണ്ടും സമാധാനപരമായി ഒരു വരവ് കൂടി വരേണ്ടി വരും എന്നുള്ളത്. രണ്ടാമത്തത് എന്താണ്? സുപ്രീം കോടതിയിലും കേന്ദ്ര സർക്കാരിൻ്റെയും ഇന്നത്തെ പാർലമെൻറ്റിലെ ഡിഫൻസ് അത്ര ക്രൂരമായിട്ടുള്ള പ്രയോഗങ്ങൾ ഉണ്ടായിട്ടില്ലത്രേ. നോക്കൂ, പെല്ലറ്റ് ഉപയോഗിച്ചിട്ടില്ലത്രേ. നമ്മുടെ കൺമുന്നിൽ കണ്ടതല്ലേ? രാഹുൽ ഗാന്ധി പെല്ലറ്റ് ഉപയോഗിച്ച് പരിക്കേറ്റ ചെറുപ്പക്കാരനെ മുമ്പിൽ കൊണ്ട് നിർത്തിയതല്ലേ? ആ ചെറുപ്പക്കാരൻ്റെ പ്രായം 20 വയസ്സാണ്. ഡൽഹി സർവകലാശാലയിലെ വിദ്യാർത്ഥിയാണ്. പേര് സാഹിൽ ലോച്ചാബ്. ഈ സാഹിൽ ലോച്ചാബിൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. 3ഓളം വിദ്യാർത്ഥികൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഈ പെല്ലറ്റ് ഉപയോഗിക്കുന്നത് കശ്മീരിൽ 2013 മുതൽ ഭീകരവാദികൾക്കൊപ്പം നിൽക്കുന്നവരെ, അല്ലെങ്കിൽ ഭീകരവാദികൾ വാഹനം ആക്രമിക്കാൻ വരുന്ന സമയത്ത് അവർക്കെതിരെ തദ്ദേശീയരായിട്ടുള്ള ആളുകൾ, അവരെ അനുകൂലിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരെ അകറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒന്നാ. ആർക്കെതിരെ ഉപയോഗിക്കുന്നത്? 18, 16, 17 വയസ്സുള്ള ചെറുപ്പക്കാർക്ക് നേരെ സമാധാനപരമായി ഒരായുധവും കയ്യിലേന്താതെ ഭരണഘടനയും അംബേദ്കറിൻ്റെ ചിത്രവും ദേശീയ പതാകയും കയ്യിലേന്തി പ്രതിഷേധിക്കുന്നവർക്ക് നേരെ പെല്ലറ്റ് പ്രയോഗിച്ചിട്ട് ഉത്തരവാദിത്തപ്പെട്ട ഫോറങ്ങളിൽ കേന്ദ്ര സർക്കാർ പറയുകയാണ്
പറയുകയാണ് ഞങ്ങൾ പെല്ലറ്റ് ഉപയോഗിച്ചിട്ടില്ലേ ഇല്ല എന്ന് പറയുകയാണ്. പെല്ലറ്റ് ഉപയോഗിച്ചിട്ടില്ലെന്ന് പറയുകയാണ്. ഒടുവിൽ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിൻ്റെ CRPFൻ്റെ RAFന് സമ്മതിക്കേണ്ടി വരുന്നു. ഈ തെളിവ് സഹിതം പിടിക്കപ്പെടുമ്പോൾ കാഴ്ചശക്തി നഷ്ടപ്പെട്ട ഒരു വിദ്യാർത്ഥിയെ മുന്നിൽ കൊണ്ട് നിർത്തേണ്ടി വരുന്ന സാഹചര്യം നോക്കൂ. ആര് തിരിച്ചു കൊടുക്കും ഇവരുടെ കാഴ്ചശക്തി? ആര് തിരിച്ചു കൊടുക്കും ഇവരുടെ കാഴ്ചശക്തി? അപ്പോൾ കള്ളം പറയുകയാണ് തങ്ങൾക്കെതിരെ. അടുത്തതാണ് രണ്ടാമത്തത്. അതായത് ഈ സർക്കാർ ഈ CJPക്കെതിരെ നടത്തിയ ഈ വേട്ടയിൽ പെല്ലറ്റ് ഉപയോഗിച്ചും AK-47 ഉപയോഗിച്ചും ലാത്തി ഉപയോഗിച്ചും ഷോക്കുള്ള ഫൈബർ ലാത്തികൾ ഉപയോഗിച്ചും ആണി പതിച്ച ലാത്തികൾ ഉപയോഗിച്ചും നടത്തിയ ആക്രമണങ്ങൾക്ക് ഉത്തരവാദികളായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും ഇവർ പിരിച്ചുവിടാൻ പോകുന്നില്ല. സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ പോകുന്നില്ല. അതിൻ്റെ തെളിവാണ് ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആ ഒരു പെൺകുട്ടിയുടെ കരണക്കുറ്റി കാഞ്ഞടിക്കുന്ന സന്ദീപ് പാണ്ഡെ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥരെ ഇപ്പോൾ പിരിച്ചുവിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് മറുപടി കൊടുത്തിരിക്കുന്നത്. ആ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടാൽ സേനയുടെ മൊറയിൽ ആത്മവീര്യം തകരുമത്രേ. നമ്മളുടെ കൺമുന്നിലുണ്ട്. ആ കുട്ടിയുടെ മുഖത്തേക്ക് കൈവീശി ആഞ്ഞടിക്കുകയാണ് സന്ദീപ് പാണ്ഡെ. എന്തധികാരമാണ് സന്ദീപ് പാണ്ഡെ എന്നൊരു ഉദ്യോഗസ്ഥന്, സന്ദീപ് ലാംബെ എന്നൊരു ഉദ്യോഗസ്ഥന് ഈ വനിതാ പ്രവർത്തകയുടെ, അതും നിരായുധയായി നിൽക്കുന്ന ഒരു വനിതാ പ്രവർത്തകയുടെ കരണക്കുറ്റിക്ക് അടിക്കാൻ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അവിടെ പ്രതിഷേധിക്കാനെത്തിയ പെൺകുട്ടികൾക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ 2 പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അവരെ ക്യാമറകളിലൂടെ ഈ റീലുകളിലൂടെ നമ്മൾ കണ്ടതാണ്. അവർക്കെതിരെയും ഒരു വിരൽ പോലും, ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല ദില്ലിയിൽ ഈ കേന്ദ്ര സർക്കാർ. ദില്ലി ഭരിക്കുന്നത് ആരാ? അമിത്ഷായാണ്. അമിത്ഷായുടെ പോലീസാണ് ദില്ലി പോലീസ്. ആ ദില്ലി പോലീസിനെതിരെ ഒരു നടപടി എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ബീഹാറിലേക്ക് പോയാൽ അവിടെയും ഭരിക്കുന്നത് ആരാ? BJP ആണ്. അവിടെ AK-47 തോക്കുമായിട്ട് പാഞ്ഞു നടന്ന ഒരു കോൺസ്റ്റബിളിൻ്റെ പേര് അഭിഷേക് കുമാർ എന്നാണ്. അവിടെ 17 വയസ്സുള്ള മുഹമ്മദ് ആരിഫ് എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കഴുത്തിലാണ് AK-47 നിന്ന് ബുള്ളറ്റ് ഏറ്റത്. ഈ അഭിഷേക് കുമാറിനെതിരെ സസ്പെൻഷൻ മാത്രമാണ് എടുത്തിരിക്കുന്നത്. ആലോചിക്കണം. നോക്കൂ, ഒരു AK-47 തോക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ആളാണ്. പ്രത്യേകിച്ച് ഇതേപോലെ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്ന സ്ഥലങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത അഭിഷേക് കുമാറിനെതിരെ ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തെ പ്രധാനപ്പെട്ട വാഗ്ദാനവും CJPക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനവും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന നിലയിൽ അമിത്ഷാ ലംഘിച്ചിരിക്കുന്നു. ഇതിനിടയിലാണ് മൂന്നാമത്തെ ഒന്ന്. ഈ സമരത്തിൽ നേരിട്ട് പങ്കെടുത്തവരെ ഇപ്പോൾ FIR പിൻവലിച്ചാലും തുടർന്നൊരു വേട്ടയ്ക്ക് നിങ്ങൾ ഉപയോഗിക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രതികാര മനോഭാവത്തോടു കൂടി അവരെ വേട്ടയാടരുത് എന്നുകൂടിയുള്ള ഉറപ്പ് CJP വാങ്ങി. കാര്യം CJPക്ക് അറിയാം ഇവർ നോക്കി വയ്ക്കും. എങ്ങനെയാണ് ഈ പ്രതിഷേധക്കാരെ നേരിടാൻ വന്നതെന്നറിയാമോ? മെറ്റയുടെ ഫേഷ്യൽ റെക്കഗ്നീഷൻ ക്യാമറകളുമായിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ വരുന്നത്. മുൻപിലൂടെ നടന്നു പോകുന്നവരുടെ ബയോമെട്രിക് പരിശോധിച്ച് 2873 ക്രിമിനലുകൾ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്താൻ റിപ്പോർട്ട് കൊടുക്കാൻ ഉത്സാഹം കാട്ടിയ ദില്ലി പോലീസാണ്. ആ ദില്ലി പോലീസ് ഭാവിയിൽ അവിടെ എത്തുന്ന വിദ്യാർത്ഥികളെ തിരിച്ചറിഞ്ഞ് അവർക്കെതിരെ പ്രതികാര നടപടി നടത്തരുത് എന്നത് CJP ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ പോലീസ് ആളുകളെ നിരീക്ഷിച്ച് ചോദ്യം ചെയ്ത ഐഷ ഹൈക്കോടതി കേസ് ആയിഷയ്ക്കെതിരെയാണ്. ആയിഷ ഘോഷിനെതിരെയാണ് ഇപ്പോൾ എവിടേക്ക് AKG ഭവനിലേക്ക് ഒരു നെയിം പ്ലേറ്റ് ഇല്ലാതെ, യൂണിഫോം ഇല്ലാതെ, ഔദ്യോഗിക വാഹനമില്ലാതെ എത്തുന്നത്. എന്നിട്ട് പറയാണ് ഞങ്ങളുടെ കയ്യിൽ വാറണ്ടുണ്ട്. ഏത് വാറണ്ട്? 2021 ബംഗ്ലാ ഭവന് മുന്നിൽ ഒരു സമരം നടത്തിയതിനെതിരെയുള്ള ഒരു വാറണ്ടും തൂക്കിപ്പിടിച്ചുകൊണ്ട് വരികയാണ്. ഐഷി ഘോഷ് എന്ന് പറയുന്ന SFIയുടെ നേതാവിനെ, SFIയുടെ ഒരു കനലിനെ പിടിച്ചുകൊണ്ട് പോകാൻ AKG ഭവനിൽ വന്ന് പിടിച്ചുകൊണ്ട് പോകാമെന്ന് കരുതിയ മൗഢ്യത്തിന് ഇന്നേറ്റ തിരിച്ചടിയാണ്. ജോൺ ബ്രിട്ടാസിന് മുമ്പിൽ ചൂളിപ്പോയി ആ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥ മടങ്ങിപ്പോകേണ്ടി വന്നു. ഇനിയിപ്പോൾ രാജ്യം മുഴുവൻ CPMൻ്റെയും SFIയുടെയും പ്രതിനിധികൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു. ഇതാണ് ദില്ലി പോലീസ് കൊടുത്ത വാക്ക് തെറ്റിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. 3 തരത്തിൽ ദില്ലി പോലീസിന് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ CJPക്ക് കൊടുത്തിരിക്കുന്ന വാക്കുകൾ ലംഘിച്ചു. ഒന്ന്, കേന്ദ്ര സർക്കാർ ഇന്ന് സുപ്രീം കോടതിയിൽ എല്ലാ FIRകളും പിൻവലിക്കാമെന്ന നിലപാടെടുത്തില്ല. 2, വേട്ടയ്ക്ക് ഞങ്ങൾ ഉണ്ടാവില്ല, പ്രതികാര നടപടി ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല എന്ന് CJPക്ക് ഉറപ്പ് കൊടുത്ത കേന്ദ്രമന്ത്രിമാർ ആ വാക്ക് പാലിക്കാതെ പോയി. വേട്ടയ്ക്കായി ഓരോരുത്തരെ ഇറക്കി വിടുന്നു. അതിൻ്റെ ആദ്യ വേട്ട AKG ഭവനിലേക്ക് ഐഷി ഘോഷിനെ തേടിയെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. 3, ഈ അക്രമം അഴിച്ചുവിട്ട പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം എന്നത് ആവശ്യപ്പെട്ടിരുന്നു. ഒരൊറ്റ നടപടിയും എടുക്കുന്നില്ല എന്നുള്ളതിന് നമ്മുടെ മുന്നിൽ തെളിവായി നിൽക്കുകയാണ് ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും യൂണിഫോമിൽ സർവീസിൽ തുടരുന്നു എന്നുള്ളത്. 4ാമത്തെ പ്രധാനപ്പെട്ട വീഴ്ച, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കണ്ണിൽ പൊടിയിടാനല്ലേ ഇപ്പോൾ പാർലമെന്റിൽ നടക്കുന്ന ചർച്ച? കണ്ണിൽ പൊടിയിടാനല്ലേ പാർലമെന്റിൽ നടക്കുന്ന ചർച്ച? 2024 പബ്ലിക് എക്സാമിനേഷൻ പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ആക്ട് എന്ന് പറയുന്ന ആക്ടിൽ നിന്ന് ആകെ അതിൻ്റെ കാലാവധി ദീർഘിപ്പിക്കുന്നു. അതേപോലെ ഫൈൻ ദീർഘിപ്പിക്കുന്നു, ജയിലിൽ കഴിയുന്ന കാലാവധി ദീർഘിപ്പിക്കുന്നു.
പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 2024 ശേഷം 112ഓളം പേപ്പറുകൾ വിവിധ സംസ്ഥാനങ്ങളിലും രാജ്യത്തുമായിട്ട് വിവിധ ഏജൻസികളിൽ ചോർന്നിട്ടുണ്ട്. എത്ര പേർ ഈ പബ്ലിക് എക്സാമിനേഷൻ പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ആക്ടിൻ്റെ അടിസ്ഥാനത്തിൽ ജയിലിൽ പോയിട്ടുണ്ട്? ഒരാൾ പോയിട്ടില്ല നാളിതുവരെ. 2024 പാസ്സാക്കിയ ആക്ടിന് ഒരു ഫലവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ആക്ടിന്മേൽ വീണ്ടും 2 പ്രൊവിഷനുകൾ കൂടെ കൂട്ടിക്കൊണ്ടുവന്ന് അതിന് ശിക്ഷാ കാലാവധി വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതുവരെയും കടിക്കാത്ത ഒരു നായയായി ആ ആക്ട് അവിടെ ഇരിക്കുമ്പോൾ ആ ആക്ട് കടിക്കാത്ത നായയ്ക്ക് വീണ്ടും കുറച്ചുകൂടി രോമങ്ങൾ വെച്ച് കൊടുക്കുന്നു എന്നത് മാത്രമാണ്. ആരെ കബളിപ്പിക്കാനാണ് സാർ ഇത്? മറ്റൊന്നാണ്, നീലേക്കനി കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നു. സാർ, 2024 മുൻപ് തന്നെ നമുക്ക് സമാനമായ രീതിയിൽ നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോരുന്ന ഘട്ടത്തിൽ തന്നെ കെ രാധാകൃഷ്ണനെ ചുമതലപ്പെടുത്തി ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. കെ രാധാകൃഷ്ണൻ കമ്മിറ്റി, നമ്മുടെ ISROയുടെ മുൻ ചെയർമാൻ. ആ കെ രാധാകൃഷ്ണൻ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ എന്താ? ഇപ്പോൾ ഇവർ തീരുമാനിക്കുന്ന അതേ നിർദ്ദേശങ്ങളെന്ന് പാസ്സാക്കിയതാ. അതിലൊന്നാണ് NTA ഉത്തരവാദിത്വമുള്ളതാക്കി മാറ്റണം, പെർമനന്റ് സ്റ്റാഫിനെ കൊണ്ടുവരണം NTA. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, NTAയിൽ ഇപ്പോഴത്തെ കണക്ക് നമ്മൾ പറഞ്ഞതാ, 39 പേരെ പെർമനന്റ് സ്റ്റാഫ് മാത്രമേ ഉള്ളൂ. എത്ര പേരെയൊക്കെ പരീക്ഷ നടത്തുന്നതാ? കഴിഞ്ഞ 8 വർഷങ്ങളിൽ 6.5 കോടി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പരീക്ഷ നടത്തിയ ഒരു സ്ഥാപനത്തിൽ, 275 പൊതുപ്രവേശന പരീക്ഷകൾ നടത്തിയ ഒരു സ്ഥാപനത്തിൽ ആകെ ഉണ്ടാകേണ്ടത് 39 പേർ ഡെപ്യൂട്ടേഷനിൽ. അതിൽ എത്ര സീറ്റ് വേക്കൻഡാ? 15 എണ്ണം വേക്കൻഡാ. ആകെ പ്രവർത്തിക്കുന്നത് എത്ര? 24 പേരാ. ബാക്കിയുള്ള 73 പേർ കരാർ ജീവനക്കാരാണ്. ബാക്കിയുള്ള 124 പേർ പുറം കരാറാണ്. അവർ അത് ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുകയാണ്. കെ രാധാകൃഷ്ണൻ കമ്മിറ്റി റിപ്പോർട്ട് എന്താ? NTA ഫോർമേഷനിൽ സ്ഥിരം ജീവനക്കാർ വേണം എന്നുള്ളതാണ്. അപ്പോൾ അത് ലംഘിച്ചു. ഇപ്പോൾ നന്ദൻ നീലേക്കനെ കൊണ്ടുവരിക. നിങ്ങളുടെ കയ്യിലൊരു റിപ്പോർട്ട് ഇരിപ്പുണ്ട് സാർ, ആ റിപ്പോർട്ട് എടുത്ത് നടപ്പാക്കിയാൽ മതി. ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗിക്കണം, എൻക്രിപ്റ്റഡ് ഡിജിറ്റൽ ട്രാൻസ്മിഷൻ ഉപയോഗിക്കണം, ഓൺ സൈറ്റ് പ്രിന്റിംഗ് നിങ്ങൾ കൊണ്ടുവരണം. ഇതൊക്കെ പേപ്പർ ചോർച്ചയെ തടയാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊന്നും നടപ്പാക്കാതെ വ്യോമസേനയുടെ വാഹനത്തിൽ ഈ പറയുന്ന ഉത്തരക്കടലാസും ചോദ്യപേപ്പറും ഒക്കെ കൊണ്ടുപോകേണ്ടി വരുന്ന ഒരു അവസ്ഥയിലാണ് നമ്മുടെ സർക്കാർ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നീലഗിരി കമ്മിറ്റിയിൽ ഒരു പ്രഗത്ഭനുണ്ട് കേട്ടോ. ആ പ്രഗത്ഭൻ്റെ പേര് വി കാമകോടി എന്നാണ് കേട്ടോ. ആ വി കാമകോടി എന്ന് പറയുന്നത് ചെന്നൈയിലെ IITയുടെ ഡയറക്ടറാണ് കേട്ടോ. ആ വി കാമകോടിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അയാൾ ഒരിക്കൽ പറഞ്ഞൊരു വാചകം എല്ലാവരും വളരെ ആത്മാർത്ഥതയോടുകൂടി ഏറ്റെടുത്തതാണ്. എന്താ ആ വാചകം പറഞ്ഞെന്നറിയാമോ? ഗോമൂത്രം കുടിച്ചിട്ടാണ് എൻ്റെ പനി മാറിയത് എന്ന് പറഞ്ഞ വി കാമകോടിയാണ് സാങ്കേതിക സ്ഥാപനങ്ങളിലേക്കടക്കം പൊതുപ്രവേശന പരീക്ഷ നടത്തുന്നതിൻ്റെ പിഴവുകളെ കുറിച്ച് പഠിക്കുന്ന നന്ദൻ നീലേക്കനിയുടെ കമ്മിറ്റിയിലുള്ളത് എന്നുള്ളതാണ്. ഇതാണ് CJPക്ക് കൊടുത്തിരിക്കുന്ന വാഗ്ദാനങ്ങൾ എങ്ങനെയാണ് ഈ കേന്ദ്ര സർക്കാർ ലംഘിക്കുന്നു എന്നതിൻ്റെ സൂചന. അങ്ങനെ 4 പ്രധാനപ്പെട്ട ലംഘനങ്ങൾ ഈ നിമിഷം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. ഈ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ഒരു വാക്കിനും വിലയില്ല എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ്. ഇനി ഇത് CJP വരും ദിവസങ്ങളിൽ ഇതിനെ എങ്ങനെ എടുക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണണം. കളി പാർട്ടികളോടാണ്, ഒന്ന് ഓർമ്മിക്കണം എന്ന് മാത്രം. അപ്പോൾ ഇനി വേട്ടയോ എന്ന ചോദ്യത്തിന് 3 പേരുടെയും ഉത്തരം യെസ് എന്നാണ്. Meet the editors.